നമസ്തേ. ഇന്ന് സന്ദേശമാലയിൽ സംസാരിക്കുന്നത് ഒരു സിനിമാ കഥ പോലെ ഉള്ള ഒരു അനുഭവ കഥയാണ്. പണ്ട് കല്യാണം കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. കാരണവന്മാർ പോയി പെണ്ണ് കണ്ട് വീട്ടിൽ വന്ന് പറയും, ഇന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു പെണ്ണ് കണ്ടിട്ടുണ്ട്, ആ പെണ്ണിനെ വേണമെങ്കിൽ നീയും നിൻ്റെ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പോയി കണ്ടോ, ഞങ്ങൾ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട്, നിനക്ക് കാണണമെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് പോയി കാണണം. ചിലപ്പോൾ പോവും, ചിലർ പോവില്ല. പലരും പരസ്പരം കാണുന്നത് തന്നെ കല്യാണത്തിന് ശേഷമാണ്. അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു എന്ന് ഇപ്പോഴത്തെ കുട്ടികളോട് പറഞ്ഞാൽ അവർ വിശ്വസിക്കില്ല. അത് സത്യമാണ്, അവർ വിശ്വസിക്കില്ല എന്നുള്ളത് തീർച്ചയാണ്. പക്ഷെ സത്യതായിരുന്നു. എന്നാൽ ഇന്നും ചെറുക്കൻ പെണ്ണിനെ ഇൻ്റർവ്യൂ ചെയ്യുന്നു, ആ പെണ്ണിനെ ചെറുക്കൻ ഇൻ്റർവ്യൂ ചെയ്യുന്നതൊക്കെ ഇപ്പോൾ പോയി. ഇപ്പോൾ പെൺകുട്ടി പുരുഷനെ ഇൻ്റർവ്യൂ ചെയ്യാൻ തുടങ്ങി. അതാണ് പുതിയ കാലത്തിൻ്റെ നടപ്പ്. കാലം മാറി വരികയാണ്. ഒരു വീട്ടിൽ ബ്രോക്കർ ഒരു ചെറുക്കനെ പെണ്ണ് കാണാൻ കൂട്ടിക്കൊണ്ടുപോയി. പെൺകുട്ടി ഇൻ്റർവ്യൂ ചെയ്യുക. എന്താണ് ചെറുക്കന് ജോലി? ചെറുക്കനോടാ ചോദിക്കുന്നത്. ബിസിനസ്സാണ് എന്ന് പറഞ്ഞത്. പെൺകുട്ടി വീണ്ടും ചോദിക്കുന്നു, എന്ത് ബിസിനസ്? ഒരു ബ്രസീൽ കമ്പനി നടത്തുകയാണ്. ഇത് കേട്ടതും പെൺകുട്ടിയുടെ മുഖം വാടി. ബ്രോക്കറെ ഒന്ന് തുറിച്ചു നോക്കി, അച്ഛനെയും രൂക്ഷമായി ഒന്ന് നോക്കി. ചെറുക്കൻ്റെ മുഖത്തു നോക്കി തന്നെ പറഞ്ഞു, നടക്കില്ല എന്ന്. അതും പറഞ്ഞ് അവിടെ പോയി. പോകുമ്പോൾ കുട്ടി പറയുകയാണ്, ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥനെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 1-2 കൊല്ലം കഴിഞ്ഞ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ കൊണ്ട് മകളെ കല്യാണം നടത്തി. 2 കൊല്ലം കൊണ്ട് ഒരു കുഞ്ഞും ജനിച്ചു. അയാൾക്ക് ഇലക്ട്രിസിറ്റി എഞ്ചിനീയറായിട്ടാണ് ജോലി. ഒരു കൈക്കൂലി കേസിലകത്തായി. ജോലിയും അതോടെ നഷ്ടമായി. ജീവിക്കാൻ വല്ലാത്ത പ്രയാസത്തിലായി അവർ. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് ഈ പെൺകുട്ടിയുടെ ഒരു കൂട്ടുകാരിയെ കണ്ടുമുട്ടുന്നത്. ഇവള് അവളുടെ പ്രയാസങ്ങളൊക്കെ അവളോട് പറഞ്ഞു. അവളുടെ പ്രയാസങ്ങൾ കേട്ടപ്പോൾ കൂട്ടുകാരി പറഞ്ഞു, ഞാൻ എൻ്റെ ബോസിനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ, എവിടെയെങ്കിലും ഒരു അക്കൗണ്ടൻ്റ് വേക്കൻസി ഉണ്ടോ? നീ അക്കൗണ്ടൻസി ആണല്ലോ പഠിച്ചത്, എന്നിട്ട് ഞാൻ വിവരം പറയാം എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. അവളെ പറഞ്ഞയച്ചു. ഇന്ന് പല രക്ഷിതാക്കളും ഇവരെ പോലെയാണ്. പെൺകുട്ടികളും നിർബന്ധം പിടിക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് സർക്കാർ ഉദ്യോഗസ്ഥനെ മതിയെന്ന്. ഒരഴിമതി കേസിലകത്തായ അവളുടെ ജീവിതം അതോടെ കഴിഞ്ഞില്ലേ. എന്നാൽ ജീവിതകാലം മുഴുവൻ 2-3 തലമുറയ്ക്ക് ജീവിക്കാനുള്ള മുതലുള്ള ഒരുത്തം വന്ന അവനെ തട്ടിത്തെറിപ്പിച്ച് ഉദ്യോഗസ്ഥനെ തേടിപ്പോകുന്ന പെൺകുട്ടികളും രക്ഷിതാക്കളും ചിന്തിക്കണം. ഓരോ രക്ഷിതാക്കളും ഓരോ പെൺകുട്ടികളും ചിന്തിക്കണം. വീട്ടിലൊരാവശ്യം വന്നാൽ മേലുദ്യോഗസ്ഥൻ കനിഞ്ഞാലേ ലീവ് കിട്ടുള്ളൂ. അവൻ്റെ മുമ്പിൽ ഇങ്ങനെ തല ചൊറിഞ്ഞ് നിൽക്കണം. ബിസിനസ്സുകാരന് അങ്ങനെ ഒരാവശ്യം വന്നാൽ
അവിടെ നോക്കാൻ ധാരാളം സ്റ്റാഫുകളുണ്ടാവും. എപ്പോൾ വേണമെങ്കിലും വരാം. കൂട്ടുകാരിയെ കണ്ട് ജോലി ശരിയാക്കി എന്ന് പറഞ്ഞ ജോലിസ്ഥലത്ത് ചെന്നപ്പോൾ ധാരാളം ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്ന ഒരു ഫാക്ടറി. ആ ഫാക്ടറിയിലേക്ക് കയറി ഓഫീസിൽ ചെന്നപ്പോൾ MD-യുടെ ചെയറിൽ ഇരിക്കുന്ന ആളെ കണ്ട് ഇവളൊന്ന് ഞെട്ടി. തൊട്ടടുത്തിരിക്കുന്ന യുവതിയെ ഒന്ന് നോക്കി. അത് ഭാര്യയാണെന്ന് മനസ്സിലായി. മനസ്സൊന്ന് പിടഞ്ഞു. ഞാനിരിക്കേണ്ട സ്ഥലത്തല്ലേ ഇപ്പോഴവൾ ഇരിക്കണത് എന്ന് തോന്നി. മനസ്സൊന്ന് വല്ലാതെ കയറി. അവൾ ആ സർട്ടിഫിക്കറ്റുകളൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അദ്ദേഹം സർട്ടിഫിക്കറ്റുകളൊക്കെ നോക്കിയിട്ട് പറഞ്ഞു ജോലിയിൽ ജോയിൻ ചെയ്തോളാം പറഞ്ഞു. അദ്ദേഹം എഴുന്നേറ്റ് ഭാര്യയെയും കൂട്ടി പുറത്തേക്ക് പോകുമ്പോൾ മാനേജറോട് പറഞ്ഞു, ഈ കുട്ടിക്ക് സീറ്റ് ഒന്ന് കാണിച്ചു കൊടുക്കുക, കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഇതും പറഞ്ഞ് അദ്ദേഹം പുറത്തേക്ക് പോയി. അയാൾക്ക് ഇവിടെ മനസ്സിലായിട്ടില്ല. പക്ഷേ അവൾക്ക് ഇയാളെ മനസ്സിലായി. ഞാൻ അപമാനിച്ചു വിട്ട ആളല്ലേ ആ പോയത് എന്ന് അവൾക്ക് മനസ്സിലായി. എൻ്റെ അഹങ്കാരത്തിന് കിട്ടിയ തിരിച്ചടിയാണിത്. പല പെൺകുട്ടികളും ആലോചിക്കണം. 3-4 തലമുറക്ക് തിന്നാനുള്ള വകയുള്ള ഒരുത്തം വന്ന അവൻ എന്തിനാണ് സർക്കാർ ഉദ്യോഗസ്ഥനാണ് എന്ന് പറയുന്നത്? ആ സർക്കാർ ഉദ്യോഗസ്ഥനെ തന്നെ വേണം